നമുക്ക് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. ഈ ദർശനങ്ങളൊക്കെ തന്നെയും ഒരു ദർശനം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിന് ചിലപ്പോൾ ഒരു യുഗം തന്നെ വേണ്ടി വരും. കാരണം യുഗാന്തരങ്ങളായിട്ട് ഈ ഋഷീശ്വരന്മാരിരുന്ന് തപ ചെയ്താണ് നമുക്ക് ഓരോന്നും എഴുതി വച്ചിരിക്കുന്നത്. ഇതെവിടെ ഇരിക്കുന്നെന്നോ ഇതെന്താണെന്നോ ഇതിൻ്റെ പേര് പോലും നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ഈ തലമുറകളും നമുക്ക് മുൻപുണ്ടായവരും പിൻപുണ്ടായവരും അന്വേഷിക്കുകയോ ഇതിൻ്റെ പേരുകൾ പോലും ഉച്ചരിക്കാതെയാണ് ഇന്ന് ഈ കാണുന്ന ബഹളമെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരോടെങ്കിലും നന്ദി സൂചകമായിട്ട് ഇതിൻ്റെ പേരെങ്കിലും പഠിച്ചു വെക്കുന്നത് വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകട്ടെ. നമുക്ക് ഷഡ്ദർശനങ്ങളുണ്ട്. ഷഡ്ദർശനങ്ങൾ ഏതൊക്കെയാണ്? ന്യായം, സാഖ്യം, മീമാംസ, കപിലം, വൈശേഷികം, യോഗം, ഇങ്ങനെ 6 ദർശനങ്ങളുണ്ട്. ഈ 6 ദർശനങ്ങളും എഴുതിയിരിക്കുന്നത് 6 മഹർഷിമാരാണ്. സാഖ്യം കപില മഹർഷിയാണ് എഴുതിയിരിക്കുന്നത്. ഗൗതമ മഹർഷിയാണ് ന്യായം എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും യോഗം. ഇപ്പം നമ്മൾ യോഗശാസ്ത്രം, ഇപ്പം ഈ 21-ന് യോഗം പതഞ്ജലി മഹർഷിയാണ് യോഗശാസ്ത്രം എഴുതിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. യോഗ ഡേ ആയിരുന്നു. അതുകൊണ്ട് പതഞ്ജലി മഹർഷി എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുകയെങ്കിലും ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ബാദരായണൻ മഹർഷിയുണ്ട്. ബാദരായണനാണ് വേദം ദർശനം എഴുതിയത്. അങ്ങനെ ഓരോ മഹർഷിമാരും ഷഡ്ദർശനങ്ങളിലൂടെ നമുക്ക് അവർക്കുണ്ടായ ദർശനങ്ങൾ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു യുഗത്തിലും ഇതിനെയൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഉണ്ട്. ഈ യോഗ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. യോഗ എന്ന് പറയുന്നത് യോഗം ഒരുപാടുണ്ട്. ഇതിൻ്റെ തന്നെ ആന്തരിക യോഗയുണ്ട്, മാനസിക യോഗയുണ്ട്, ഷഡാധാരങ്ങളുണ്ട്, ഷഡ്ചക്രങ്ങളുണ്ട്. ഷഡാധാരവും കടന്ന് എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മുടെ ആധാരങ്ങളുണ്ട്. ഈ ഷഡ്ദർശനങ്ങളുണ്ട്, ഷഡാധാരങ്ങളുണ്ട്. ഇനി വേദത്തെ പകർത്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്താണ്? അതായത് നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം എന്നും പറഞ്ഞ്, ജ്യോതിഷമാണ് വേദാംഗത്തിൻ്റെ 6ാമത്തെ കണ്ണ് എന്ന് പറയാം. ജ്യോതിഷമാണ് വേദാംഗം എന്ന് പറയുന്നത്. വേദാംഗം എന്ന് വേദത്തിൻ്റെ കണ്ണെന്ന് പറയുന്നത് ജ്യോതിഷത്തെയാണ് അറിയപ്പെടുന്നത്. അത് 6ാമത്തെ ഇന്ദ്രിയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജ്യോതിഷം വേദത്തെ 6ആയി പകർത്തത്തിൽ 6ാമത്തതാണ് ജ്യോതിഷം. നിരുക്തം, ഛന്ദസ്, വ്യാകരണം, കൽപ്പം, ജ്യോതിഷം. അപ്പോൾ നമ്മുടെ ഓരോ ശാസ്ത്രങ്ങളും എടുത്ത് നോക്കി പരിശോധിച്ചാൽ ഒരു അന്തവുമില്ല. ഇന്ന് ഇത്രയും മതി. നന്ദി, നമസ്കാരം.